വഴി പോയപ്പോൾ കണ്ട ടാറ്റയുടെ എക്കാലത്തെ സിഗ്നേച്ചർ വാഹനമായ ഡൈക്കോറിന്റെ അടിച്ചൊതുക്കിയ രൂപം പോലത്തെ ഒരു സാധനം സഫാരി സ്റ്റോം ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2.2 ലിറ്റർ വരുന്ന ഒരു അത്യാവശ്യം നല്ല കിഡിലായിട്ടുള്ള ഒരു വാരിക്കോർ 400 എന്ന് പറയുന്ന എഞ്ചിൻ സ്പെക്കോട് കൂടിയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഡുകളിൽ ഒരുപാട് കാണാനില്ലെങ്കിലും ഒരു സമയത്ത് അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് സഫാരി ഡൈക്കോർ എന്ന് പറഞ്ഞത്. ആ സഫാരി ഡൈക്കോറിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന സാധനമാണ് ഈ സഫാരി സ്റ്റോം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ നമ്മളിപ്പം പജറോ SFX-ഉം നമ്മളുടെ ഇതും കൂടെ നമ്മളുടെ പജറോ സ്പോർട്ടും തമ്മിലുള്ള ഒരു അഡ്വാൻസ് ഫെസിലിറ്റീസ് പോലത്തെ സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടാറ്റ പൊതുവെ ഒരു വണ്ടി എടുക്കുന്നതിനെ പറ്റി എനിക്ക് വലിയ ഒരു താല്പര്യമില്ല. കാരണം പൊതുവെ കുറച്ച് സാധനങ്ങളുടെ വില കുറച്ച് കൂടുതലാണ്, സ്പെയർസിന്റെ ഒക്കെ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ബാക്കിൽ നിന്ന് നോക്കുമ്പം ഇത് കണ്ട റാ പോലത്തെ ഒരു സാധനമായിട്ടാണ് കാണുന്നത്. വണ്ടി ഒരു VX ഇതിൽ വരുന്നൊരു വണ്ടിയാണ്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ക്യൂട്ടാണ് കാണാനൊക്കെ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുത്താലും അത്യാവശ്യം ഒരു ബീസ്റ്റ് ലുക്ക് കിട്ടത്തൊന്നുമില്ല. കാരണം ഫ്രണ്ടൊക്കെ കുറച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് ലിഫ്റ്റ് ചെയ്ത് സെറ്റാക്കിയാലും ഒരു ബീസ്റ്റ് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഫ് റോഡ് സ്പെക്കിലുള്ള വണ്ടിയുടെ ലുക്കൊന്നും കിട്ടത്തില്ല. ഇതൊരു 4x4 വണ്ടിയല്ല, ഒരു നോർമൽ വണ്ടിയാണ്. സഫാരി ഡൈക്കോർ അല്ല, ഇത് സ്റ്റോം ആണ്. പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ട്, ഒരു കുഞ്ചിരി മണിയെ പോലുണ്ട്. എന്റെ കൺസോൾസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി. ഒരു പഴയ സ്റ്റീരിയോസ് കാര്യങ്ങൾ CD ഇടുന്ന സ്റ്റീരിയോ ഒക്കെ ആണെങ്കിലും അന്ന് അവർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു ഗിയർ ബോക്സും അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയുള്ള ഒരു ഡിസൈനും 7 സീറ്ററിൽ ബാക്കിൽ 2 ബേബി സീറ്റൊക്കെ വരുന്ന പോലത്തെ ഒരു അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ഒരു വണ്ടിയാണ്.